ലക്ഷ്മണ സാന്ത്വനം എന്ന 10ാം ക്ലാസ്സിലെ പാഠഭാഗത്തിൻ്റെ കഥാസന്ദർഭം. ആധുനിക മലയാള ഭാഷയുടെ പിതാവായ ശ്രീ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ അയോധ്യാകാന്ഡത്തിൽ നിന്നുമാണ് ലക്ഷ്മണ സാന്ത്വനം എന്ന പാഠഭാഗം എടുത്തിട്ടുള്ളത്. അയോധ്യാപതിയായ ദശരഥ മഹാരാജാവിന് 3 ഭാര്യമാരാണ് ഉണ്ടായിരുന്നത്: കൗസല്യ, കൈകേയി, സുമിത്ര. കൗസല്യയുടെ പുത്രനാണ് ശ്രീരാമചന്ദ്രൻ, കൈകേയിയുടെ പുത്രൻ ഭരതൻ, സുമിത്രയുടെ പുത്രന്മാർ ലക്ഷ്മണനും ശത്രുഘ്നനും. അങ്ങനെയിരിക്കെ ഒരു ദിവസം ദശരഥ മഹാരാജാവ് തൻ്റെ സീമന്തപുത്രനായ ശ്രീരാമചന്ദ്രനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ തീരുമാനിക്കുന്നു. സർവോത്തമനായ ശ്രീരാമചന്ദ്രനെ യുവരാജാവായി അഭിഷേകം ചെയ്യുന്നുവെന്ന വാർത്തയറിഞ്ഞ അയോധ്യാപുരവാസികളെല്ലാം ആനന്ദത്തിലാറാടി. എന്നാൽ കൈകേയിയുടെ ദാസിയായ മന്ദര ആ സമയം കൈകേയിയെ സമീപിക്കുകയും രാമൻ യുവരാജാവായാൽ കൗസല്യയായിരിക്കും രാജമാതാവെന്നും കൈകേയി കൗസല്യയ്ക്ക് ദാസ്യവൃത്തി ചെയ്യേണ്ടി വരുമെന്നും പറയുന്നു. ശ്രീരാമനെ സ്വന്തം മകനായ ഭരതനേക്കാൾ സ്നേഹിച്ചിരുന്ന കൈകേയി ആദ്യമൊന്നും അത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. എന്നാൽ മന്ദരയുടെ തുടർച്ചയായുള്ള ഉപജാപ വാക്കുകൾ കേട്ട കൈകേയി അതാവാം സത്യമെന്ന് ചിന്തിക്കുന്നു. കാരണം മന്ദര കൈകേയിയുടെ ദാസിയായിരുന്നെങ്കിലും പോറ്റമ്മയുടെ സ്ഥാനമായിരുന്നു കൈകേയി നൽകിയിരുന്നത്. മന്ദര കൈകേയിയെ പണ്ട് ദശരഥ മഹാരാജാവ് വാഗ്ദാനം ചെയ്ത 2 വരങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയും ഇപ്പോഴാണ് അത് ആവശ്യപ്പെടാൻ പറ്റിയ സമയമെന്നും പറയുന്നു. തുടർന്ന് കൈകേയി ദശരഥനോട് പണ്ട് തനിക്ക് നൽകിയ വരങ്ങൾ ഇപ്പോൾ വേണമെന്ന് ആവശ്യപ്പെടുന്നു. പണ്ടൊരിക്കൽ ദേവാസുര യുദ്ധസമയത്ത് ദശരഥന്റെ തേരിൽ യുദ്ധധർമ്മമറിയുന്ന കൈകേയിയും ഉണ്ടായിരുന്നു. യുദ്ധം മുറുകി വന്ന സമയം രഥത്തിൻ്റെ ചക്രം ഊരിപ്പോകാൻ തുടങ്ങുകയും കൈകേയി തൻ്റെ ചെറുവിരൽ വെച്ച് രഥചക്രത്തെ നിയന്ത്രിക്കുകയും ചെയ്തു. യുദ്ധാനന്തരമാണ് ദശരഥൻ തൻ്റെ ബുദ്ധിമതിയായ ഭാര്യയുടെ സാഹസപ്രവൃത്തി അറിയുന്നത്. തൻ്റെ പ്രിയ പത്നിയുടെ സമയോചിതമായ പ്രവൃത്തിയിൽ സംപ്രീതനായ ദശരഥൻ കൈകേയിക്ക് ഇഷ്ടമുള്ള 2 വരങ്ങൾ ആവശ്യപ്പെടാൻ അനുവാദം നൽകി. എന്നാൽ അന്ന് തനിക്ക് ഇപ്പോൾ വരങ്ങളൊന്നും ആവശ്യമില്ലെന്നും സമയം വരുമ്പോൾ ചോദിച്ചു കൊള്ളാമെന്നും കൈകേയി പറയുന്നു. ആ വരങ്ങളാണ് ഇപ്പോൾ കൈകേയി ആവശ്യപ്പെട്ടത്. 1. ഭരതനെ അയോധ്യയിലെ രാജാവായി വാഴിക്കണമെന്നും 2. ശ്രീരാമചന്ദ്രനെ 14 വർഷം വനവാസത്തിനായി അയക്കണമെന്നുമായിരുന്നു അത്. ഇതുകേട്ട ദശരഥ മഹാരാജാവ് മോഹാലസ്യപ്പെട്ടു വീഴുന്നു. എന്നാൽ വിവരങ്ങളെല്ലാം അറിഞ്ഞ ശ്രീരാമചന്ദ്രൻ ഒരു തടസ്സവും പറയാതെ ആജ്ഞ അനുസരിക്കാൻ തയ്യാറാകുന്നു. എന്നാൽ തൻ്റെ പ്രാണനേക്കാളേറെ ജ്യേഷ്ഠനായ ശ്രീരാമനെ സ്നേഹിച്ച ലക്ഷ്മണകുമാരൻ അത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. എന്നു മാത്രമല്ല, കോപം കൊണ്ട് ജ്വലിക്കുകയും ചെയ്തു. അപ്പോൾ ലോക തത്വമറിയുന്ന ശ്രീരാമൻ ലക്ഷ്മണന്റെ ക്രോധത്തെ ലഘൂകരിക്കാനും ജീവിതത്തിൻ്റെ നൈമിഷികത ബോധ്യപ്പെടുത്തി സാന്ത്വനിപ്പിക്കുവാനും ശ്രമിക്കുന്നതാണ് പാഠഭാഗം.